നമ്മുടെ പ്രാദേശിക ചരിത്രം പരിചയപ്പെടുത്തുന്ന ടേൺ ബാക്ക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരാണിക കാലത്ത് വളർപട്ടണമായും വലപപട്ടണമായും അറിയപ്പെട്ട് പ്രാചീന അറബിക് സഞ്ചാര കൃതികളിൽ വലാഫത്താനായി പരാമർശിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. വളപട്ടണത്തെയും പരിസര പ്രദേശങ്ങളെയും ഇസ്ലാം മത വിശ്വാസികളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത് വളപട്ടണം പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വളപട്ടണം മന്ന ഖബറിസ്ഥാനിലാണ്. ഈ പ്രദേശം ചിറക്കൽ രാജാവ് സംഭാവന ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളപട്ടണത്തെ പഴമക്കാരിൽ പ്രചാരത്തിലുള്ള ഒരു കഥ ഇങ്ങനെയാണ്. വളപട്ടണത്ത് മുസ്ലിങ്ങൾ വർദ്ധിച്ചു വന്നിരുന്ന കാലം സ്ഥലപരിമിതി ഉള്ളതിനാൽ തന്നെ മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം അവരുടെ ഭവനങ്ങൾക്കരികിലായിരുന്നു ആ കാലത്ത് മനുഷ്യർ അടക്കം ചെയ്തിരുന്നത്. കൂട്ടുകുടുംബമായി കഴിഞ്ഞ ആ കാലത്തെ മനുഷ്യർക്ക് തങ്ങളുടെ ഭവനങ്ങൾക്കരികിൽ പോലും ഖബറുകൾ ഒരുക്കേണ്ടി വന്നത് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മുസ്ലിങ്ങൾക്ക് ഒരു പൊതു ശ്മശാനം ആവശ്യമാണെന്ന മുറവിളി ആ കാലത്തെ കാളികൾക്ക് മുന്നിലും വന്നെത്തി. ആ കാലത്ത് വളപട്ടണവും പരിസര പ്രദേശങ്ങളും എല്ലാം ചിറക്കൽ തമ്പുരാന്റെ അധീനതയിലായിരുന്നു. പണ്ട് തൊട്ടേ വളപട്ടണത്തെ കാളി കുടുംബങ്ങളും ചിറക്കൽ രാജാവും തമ്മിൽ വളരെ നല്ല സൗഹൃദമായിരുന്നു കാത്തു സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തുന്ന ചിറക്കൽ തമ്പുരാനോട് ഇനിയും മറ്റൊരു സഹായം ചോദിക്കാൻ അവർ മടിച്ചു നിന്നു. പൊതു ശ്മശാനവുമായി ബന്ധപ്പെട്ട് കാളി കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകൾ കേട്ട പോക്കർ അസ്മാബി എന്ന ഐഷുമാവി ചിറക്കൽ തമ്പുരാനോട് ഈ കാര്യം ഉണർത്താൻ തന്നെ തീരുമാനിച്ചു. അതിനായി അവർ ഒരു സൂത്രം പ്രയോഗിച്ചു. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന അറബികൾക്കിടയിലെ പാരമ്പര്യ ഭക്ഷണമായ അലീസ ഏറ്റവും മധുരമായി ഐഷുമ്മ തയ്യാറാക്കി. എന്നിട്ട് സ്വർണ്ണത്തിളക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ചേർത്ത് സുന്ദരമായി അലങ്കരിച്ച് അവർ അത് ചിറക്കൽ തമ്പുരാനെ കൊടുത്തയച്ചു. സ്വർണ്ണത്തരികൾ ചേർത്ത അലീസ എന്നാണ് ഈ വിഭവത്തെക്കുറിച്ച് പഴമക്കാർ വിവരിക്കുന്നത്. കാളി കുടുംബത്തിൽ നിന്നും കൊടുത്തയച്ച അലീസ നന്നായി ഇഷ്ടപ്പെട്ട ചിറക്കൽ തമ്പുരാൻ അത് തയ്യാറാക്കിയ ആൾക്ക് എന്ത് സമ്മാനവും ചോദിക്കാൻ അവകാശം കൊടുത്തു. ഇതറിഞ്ഞ ഐഷുമ്മ ഒരു കാളയെ പൂട്ടാനുള്ള സ്ഥലമായിരുന്നു തമ്പുരാനോട് ചോദിച്ചത്. തമ്പുരാൻ ഐഷുമ്മയുടെ ആവശ്യം അംഗീകരിക്കുകയും പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒരു കാളയെ കലപ്പ കെട്ടി കയറൂരി വിടുകയും ചെയ്തു. അന്ന് സന്ധ്യാസമയം വരെ പ്രസ്തുത കാള കലപ്പ കൊണ്ട് അടയാളമുണ്ടാക്കിയ ഭാഗങ്ങളെല്ലാം ചേർത്ത് അസ്മാബിക്കുള്ള സമ്മാനമായി തമ്പുരാൻ നൽകി. സന്തോഷത്തോടെ ചിറക്കൽ തമ്പുരാന്റെ സമ്മാനം സ്വീകരിച്ച മഹദി ആ സ്ഥലം മുഴുവൻ മുസ്ലിങ്ങളുടെ ജനാസ അടക്കം ചെയ്യാൻ വിട്ടു നൽകി. ആ സ്ഥലമാണത്രേ പിന്നീട് വളപട്ടണം മന്നയായി അറിയപ്പെട്ടത്. മൂപ്പന്റെ അവിടെ ഔട്ടിയാക്ക, ഉമർ മസ്താൻ ബാഗ്ദാദി തുടങ്ങിയ നിരവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിസ്ഥാനാണ് വളപട്ടണം മന്ന. ഇവിടെയുള്ള പുരാതനമായ കബറിടങ്ങളിലെ മീസാൻ കല്ലിൽ നിന്നും ലഭിച്ച ശിലാലിഖിതങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ്. കേരളത്തിൽ മറ്റ് ഖബറിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ കുഴിച്ച കബറിടങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ഖബറിസ്ഥാനിൽ ഖബർ കുഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉപയോഗിക്കാത്ത പുരാതനമായ ഖബറുകൾ കണ്ടു തുടങ്ങി. ഇങ്ങനെ കാണപ്പെടുന്ന കബറിടങ്ങൾ ഒരു കാലത്ത് മന്ന ഖബറിസ്ഥാന്റെ ഭാഗമായിരുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ വരെ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ ജീവിച്ച ജനത പിൽക്കാലത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്പെടുന്ന രീതിയിൽ മന്ന ഖബറിസ്ഥാനിൽ മുഴുവൻ ഖബറിടങ്ങൾ ഒരുക്കിയതാണെന്ന് വേണം കരുതാൻ. കാസി സീതി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ജിന്നുകൾ കുഴിച്ച ഖബറിടങ്ങളാണ് ഇതെന്ന് വിശ്വാസമുണ്ട്. അതോടൊപ്പം ടിപ്പു സുൽത്താന്റെ പടയാളികളാണ് ഈ ഖബറുകൾ മുഴുവൻ തയ്യാറാക്കിയതെന്ന ഒരു വിശ്വാസവും മന്ന ഖബറിസ്ഥാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ടിപ്പുവിന്റെ പടയോട്ടത്തിനേക്കാൾ പഴക്കമുള്ള ഖബറുകൾ ഇവിടെ കാണപ്പെട്ടതും ടിപ്പുവിന്റെ മറ്റു കോട്ടയ്ക്കരികിലോ പടയോട്ട സ്ഥലങ്ങളിലോ കാണാത്ത ഖബർ നിർമ്മാണം വളപട്ടണത്ത് മാത്രം നടന്നതും പഠന വിധേയമാക്കേണ്ടതുണ്ട്. വളപട്ടണം മന്നയുമായി ബന്ധപ്പെട്ട വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം.